കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൂത യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വ്യാപാരോത്സവത്തിന് തുടക്കമായി. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു. ഈ വ്യാപാരോത്സവത്തിന്റെ നറുക്കെടുപ്പുകളെ കുറിച്ചും അതിന്റെ സമ്മാനങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പ്രിയപ്പെട്ട അൻവറും മുനീറും ഒക്കെ പറയണ്ടായി. അപ്പം അത് കൂടുതൽ അട്രാക്ട് ചെയ്ത് നമ്മുടെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ കൂടുതൽ ശക്തമാക്കാൻ സാധിക്കണം. ജനപ്രതിനിധികൾക്കും അതിൽ വലിയ തോതിൽ പങ്കാളിത്തം വഹിക്കാൻ സാധിക്കും. ഇവിടെ മെമ്പർ ഹംസക്കുട്ടിയുടെ കാര്യം പറയുന്നത്, ഹംസക്കുട്ടിയുടെ നാട് കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഹംസക്കുട്ടി ഇവിടുത്തെ ഒരു വ്യാപാരി മെമ്പർ കൂടിയാണ്. അപ്പോൾ അവരുടെ എല്ലാവിധത്തിലുള്ള പിന്തുണയും ഉറപ്പാക്കി ജനകീയമായി ഒരു കച്ചവട സ്ഥാപനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ ജനകീയ പ്രവർത്തന മേഖലയാണ്. വ്യാപാരികൾ നടത്തുന്ന പോലെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത് മറ്റാരാണുള്ളത്? അപ്പം എപ്പോഴും ഞങ്ങൾക്കൊക്കെ പൊതുപ്രവർത്തകർക്കൊക്കെ ആശ്രയവും മാതൃകയുമായിട്ടാണ് പലപ്പോഴും വ്യാപാരി സുഹൃത്തുക്കൾ പ്രവർത്തിക്കാറുള്ളത്. തൂത വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സെപ്റ്റംബർ 9 മുതൽ 2025 ജനുവരി 1 വരെ വ്യാപാരോത്സവം സംഘടിപ്പിക്കുന്നത്. തൂത വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ കീഴിൽ ബിഡാത്തി മുതൽ പാറൽ വരെയുള്ള 132ഓളം വ്യാപാര കേന്ദ്രങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് വ്യാപാരോത്സവം സംഘടിപ്പിക്കുന്നത്. വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് ഒട്ടനവധി സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒന്നാം സമ്മാനമായി മലേഷ്യൻ ട്രിപ്പും കൂടാതെ എല്ലാ ആഴ്ചയിലും 2 ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഉൾപ്പെടെ 50ഓളം ഭാഗ്യശാലികൾക്ക് വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി സമ്മാനങ്ങൾ നൽകും. തൂതയിൽ നടന്ന ചടങ്ങിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൂത യൂണിറ്റ് സെക്രട്ടറി മുനീർ പാണക്കട സ്വാഗതം പറഞ്ഞു. ഒരു നാടിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വ്യാപാരികളും പ്രവാസികളുമാണ് എന്നാണ്. ശരിയാണ്. കഴിഞ്ഞ തൊട്ടടുത്ത ദിവസങ്ങൾക്ക് മുമ്പ് വയനാട് പോലെയുള്ള സ്ഥലങ്ങളിലുണ്ടായ വലിയ മഹാദുരന്തത്തിനൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളൊക്കെ വളരെ വിപുലമായി സഹായങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അതിൽ കൃത്യമായി വ്യാപാരികൾക്കും മറ്റ് ജനങ്ങൾക്കും വേണ്ട കാര്യങ്ങൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന കമ്മിറ്റി രാജു അപ്സരടക്കമുള്ള ആളുകൾ അവിടെ ക്യാമ്പ് ചെയ്തു തന്നെ വ്യാപാരിയുടെ ഒരു പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, പല രാഷ്ട്രീയ പാർട്ടികളും അവിടേക്ക് സഹായമായി ഒഴുകിയെത്തുമ്പോൾ അതിൻ്റെ എല്ലാം പുറകിലും ഈ വ്യാപാരികളാണ്. ഏതൊരു പാർട്ടിക്കാരനും ഏതൊരു സംഘടനയും ഒരു സഹായമായി മുന്നോട്ട് വരുമ്പോൾ ആദ്യം ചെല്ലുന്നത് ആ പ്രദേശത്തെ വ്യാപാരികളുടെ കടയിലേക്കാണ്. അപ്പോൾ വ്യാപാരികളാണ് ഈ നാടിൻ്റെ നെടുന്തൂണി എന്ന് പറയുന്നത്. അവരെ നിലനിൽപ്പ് അനിവാര്യമാണ്. യൂണിറ്റ് പ്രസിഡന്റ് അൻവർ കാരയിൽ അധ്യക്ഷനായി. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ, വാർഡംഗം CP ഹംസക്കുട്ടി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം, തൂത സ്റ്റുഡൻസ് ക്ലബ്ബ് സെക്രട്ടറി മണി ഹാജി, തൂത ഫ്രണ്ട്സ് കലാസമിതി സെക്രട്ടറി റാഷിദ് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ സാധാരണ ഒരു സാധനത്തിൻ്റെ ഒരു വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു മൂല്യം അതിനുണ്ട്. ആ മൂല്യത്തിന് അപ്പുറത്തേക്ക് ഒരു ആഡ് ഓൺ ചെയ്തുകൊണ്ട് ഒരു സമ്മാനം കൂടി അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അത് വളരെ സന്തോഷമുള്ള സംഗതിയാണ്. സംരംഭങ്ങളെക്കുറിച്ചും കച്ചവടങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നിടത്ത് ഞാൻ എപ്പോഴും പറയുന്നൊരു സംഗതി, സംരംഭങ്ങൾ വിജയിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ചിന്തയുണ്ടാവുക എന്നുള്ളതാണ്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ വിവിധ പിരിവുകളിലായി രോഗികളായാലും മരണപ്പെട്ടവരായാലും ഈവൻ നമ്മുടെ വയനാട്ടിലേക്കുള്ള കൈത്താങ്ങായും ഒക്കെ ഒരു 1/2 കോടി രൂപയിലധികം നമ്മുടെ ഈ തൂത പ്രദേശത്ത് നിന്ന് മാത്രം പിരിച്ചെടുക്കുകയുണ്ടായി. ഇതിലെല്ലാം ഇടപെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ഇതിൽ ബഹുഭൂരിഭാഗം പേരും നമ്മുടെ ഇവിടുത്തെ വ്യാപാരികളുടെ ഒരു നല്ലൊരു പങ്ക് അതിലുണ്ട് എന്നൊരു യാഥാർത്ഥ്യം ഒരിക്കലും നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ നാട്ടുകാരായ നമുക്കിവിടെ ഈ ഒരു മഹോത്സവം നടത്തപ്പെടുമ്പോൾ ഇവിടുത്തെ വ്യാപാരികൾക്ക് അപ്പുറത്തേക്ക് ഇവിടെ വരുന്ന ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്ക്, ഇതുപോലെ നേരത്തെ അധ്യക്ഷ പ്രസംഗം സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ ബിൽഡിംഗ് ഓണർമാർക്ക് എല്ലാവരും പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ ഇതിൻ്റെ ഒരു ഗുണഫലങ്ങൾ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. KVVS സംസ്ഥാന യൂത്ത് വിംഗ് സെക്രട്ടറി അക്രം ചുണ്ടയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഇവിടെ കോവിഡ് പകർത്തുന്ന വ്യാപാരികളാണെന്നുള്ള രീതിയിലൊക്കെ പ്രചരണം നടത്തിക്കൊണ്ട് എല്ലാ കടക്കും മുമ്പിലും റിബൺ കെട്ടിക്കൊണ്ടും വട്ടം വരച്ചുകൊണ്ടൊക്കെ നമ്മളെ
ഒരു പ്രത്യേക രൂപത്തിലാക്കിക്കൊണ്ട് നമ്മൾ 45 ദിവസവും 56 ദിവസമൊക്കെ കടകളടച്ചിരുന്ന സമയത്ത് ഇവിടെ എന്താണ് ഉണ്ടായത്? ഫ്ലിപ്കാർട്ടും ആമസോണും പോലുള്ള കമ്പനികളൊക്കെ ഇവിടെ അഴിഞ്ഞാടി എല്ലാ തലങ്ങളിലും കച്ചവട രംഗത്തേക്ക് ഇറങ്ങിച്ചെന്നു. നമ്മുടെ വീട്ടിലെ പല ആളുകളും എങ്ങനെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണം എന്ന് അറിയാത്ത നമ്മുടെ 60ഉം 70ഉം വയസ്സായ ആളുകൾ പോലും നമ്മുടെ സോഫയിൽ കടന്നുകൊണ്ട് നമ്മളെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈൻ പർച്ചേസ് എങ്ങനെയെന്ന് പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയൊക്കെ വളരെ വലിയ രീതിയിൽ നമുക്ക് വളരെ വലിയ ദ്രോഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ കസ്റ്റമേഴ്സിനോട് അവർ സാറ്റിസ്ഫൈഡ് ആക്കേണ്ടത് അവർക്ക് വേണ്ട അവർക്ക് നമ്മൾ കൊടുക്കേണ്ട ചുമതല മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒട്ടനവധി സമ്മാന പദ്ധതികളൊക്കെ ഇവിടെ അൻവറിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ കൂപ്പൺ വിതരണോദ്ഘാടനം പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം നിർവഹിച്ചു. അഷ്റഫ് നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. CCN പെരിന്തൽമണ്ണ.